നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. യോഗശാസ്ത്രത്തിലെ ഹസ്തമുദ്രകളെ ധാരാളമായി പരിചയപ്പെടുത്തിയിരുന്നു. ഓരോ രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഹസ്തമുദ്രകളെ, അത് കോമ്പിനേഷനായി ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞു വരുന്നുണ്ട്. നിരവധി രോഗങ്ങൾക്കുള്ള ഹസ്തമുദ്രകളെ പരിചയപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഏതാനും മുദ്രകളെ പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ ഏതാനും പ്രേക്ഷകരുടെ ആവശ്യമുണ്ടായിരുന്നു ലിവർ സംബന്ധമായിട്ടുള്ള, അതായത് ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ചെയ്യാവുന്ന മുദ്രകളെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ്, നല്ലൊരു ആവശ്യമാണ്. നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് തന്നെ പോകാം. ലിവർ സിറോസിസ് രോഗങ്ങളുള്ളവർക്ക് കരളിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന മുദ്രകളെ നമുക്കിന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് കരൾ സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിന്, രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് ചെയ്യേണ്ട 3 മുദ്രകളെ ഒന്ന് പരിചയപ്പെടാം. പൊതുവെ മദ്യപാന ശീലമുള്ളവർക്കാണ് ലിവർ സിറോസിസ് രോഗം ഉണ്ടാകുക. എന്നാൽ ഇന്നത്തെ കാലത്ത് പച്ചക്കറികളിലും ധാന്യങ്ങളിലും എന്ന് വേണ്ട എല്ലാ ഭക്ഷണ സാധനങ്ങളിലും വേണ്ടതിലധികം മായങ്ങളുണ്ട്. ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിലാണ് ചിലരൊക്കെ ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത്. അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഇത്തരക്കാര് നമ്മളുടെ പുരാണങ്ങൾ പ്രകാരം അതീവ ദുഷ്കരമായ നരകത്തിലേക്കാണ് പോകുന്നത്. ഒരു തലമുറയെ തന്നെ, ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മായം അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരം മായങ്ങൾ ശരീരത്തിൽ എത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ മദ്യപാന ശീലം ഇല്ലാത്തവർക്കും ഇന്നത്തെ കാലത്ത് ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ കാണുന്നുണ്ട്. കരൾ സംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങളുള്ളവർക്കും അവരുടെ കരളിനെ സംരക്ഷിക്കാൻ 3 മുദ്രകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ സാധിക്കും. അത്തരത്തിലുള്ള ആ 3 മുദ്രകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഓരോ മുദ്രയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടാം. കരളിനെ സംരക്ഷിക്കാനുള്ള 3 മുദ്രകളിൽ ഒന്നാമത് പറയുന്ന മുദ്ര മാതങ്കി മുദ്രയാണ്. ഈ മുദ്രകളെല്ലാം തന്നെ നേരത്തെ ഞാൻ വിശദമായിട്ട് അതിന്റെ പ്രാധാന്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പ്രത്യേകം വീഡിയോകൾ ചെയ്തിരുന്നു. പ്ലേലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നോക്കി ആ വീഡിയോകൾ കണ്ടെത്തി അതിന്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കുക. ആദ്യം നമുക്ക് മാതങ്കി മുദ്ര എന്ന മുദ്രയെ പരിചയപ്പെടാം. മാതങ്കി ദേവതയാണ്, ദേവതയുടെ പേരിലുള്ള മുദ്രയാണ്. നമുക്ക് അത് ചെയ്യുന്ന വിധം ഒന്ന് നോക്കാം. ഇപ്രകാരം ഇടത് കൈയുടെ ചൂണ്ടുവിരൽ മുകളിൽ വരുന്ന രീതിയിൽ കൈകൾ ഇപ്രകാരം കോർത്തു വയ്ക്കുക. ഇടത് കൈയുടെ തള്ളവിരൽ മുകളിൽ വരുന്ന രീതിയിൽ കൈകൾ ഇപ്രകാരം, വിരലുകൾ പരസ്പരം കോർത്ത് ഇപ്രകാരം വയ്ക്കുക. ഇപ്രകാരം കോർത്തു വയ്ക്കുക. അതിനുശേഷം മുഷ്ടി ഇങ്ങനെ പിടിക്കുക. മുഷ്ടി ഇപ്രകാരം പിടിക്കുക. നടുവിരൽ മാത്രം ഉയർത്തി നിർത്തുക. ഇപ്രകാരം പരസ്പരം നടുവിരൽ മാത്രം ഉയർത്തി നിർത്തുക. ബാക്കി വിരലുകളെല്ലാം തന്നെ ഇതേപോലെ കയ്യിൽ അടുപ്പിച്ചു വയ്ക്കുക. കൈയുടെ മുകളിൽ അടുപ്പിച്ചു വയ്ക്കുക. നടുവിരൽ മാത്രം ഇപ്രകാരം പരസ്പരം മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന, അതായത് ചൂണ്ടി നിൽക്കുന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുക. ഇങ്ങനെയാണ് മാതങ്കി മുദ്ര ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട മുദ്രയാണ്. നിരവധി ഗുണങ്ങളുള്ള മുദ്രയാണ്. ഈ മുദ്രയാണ് ലിവർ സിറോസിസ് അഥവാ ലിവർ സംബന്ധമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്ര, ഏറ്റവും ഗുണകരമായിട്ടുള്ള മുദ്ര. ഈ മുദ്രയെ ഒന്ന് ചെയ്തു നോക്കുക. നമുക്കിനി അടുത്ത മുദ്രയെ പരിചയപ്പെടാം. രണ്ടാമത്തെ മുദ്ര ഭൈരവ മുദ്രയാണ്. ഭൈരവൻ എന്ന് പറയുന്നത് ശിവഭഗവാനെ തന്നെയാണ്. ധ്യാനത്തിനും മറ്റും ഉപയോഗിക്കുന്ന മുദ്രയാണ്. എന്നിരുന്നാലും നിരവധിയായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട്. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതിവിശേഷപ്പെട്ട ഒരു മുദ്രയാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ മുദ്ര ധ്യാനത്തിന് ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ മടിയിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇടത് കൈ അടിയിലും ഇപ്രകാരം നിവർത്തി പിടിച്ചതിന് ശേഷം ഇടത് കൈ അടിയിലും വലത് കൈ മുകളിലുമായിട്ട് വരുന്ന രീതിയിൽ ഇപ്രകാരം വെക്കുക. കൈകൾ ഇപ്രകാരം ചേർത്താണ് വെക്കേണ്ടത്. കൈവിരലുകൾ എല്ലാം പരസ്പരം ചേർത്ത് വയ്ക്കുക. തള്ളവിരൽ ഉൾപ്പെടെ ചേർത്ത് വെച്ചതിന് ശേഷം ഇപ്രകാരം ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വയ്ക്കുക. അതിനുശേഷം ഉദരത്തോട് ചേർത്ത് മടിയിലായിട്ട് ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം, ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന രീതിയിലാണ് ഞാൻ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ഇത് മടിയിൽ വെച്ച്, അതല്ലെങ്കിൽ കാൽ തൊടകളിൽ വിശ്രമിക്കുന്ന രീതിയിൽ ഇപ്രകാരം വെച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്.
ഈ മുദ്ര ധ്യാനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് ധ്യാനമുദ്ര എന്നും പറയാറുണ്ട്. ധ്യാനമുദ്ര ഇങ്ങനെയും ചെയ്യാറുണ്ട്. ധ്യാനത്തിന് ഉപയോഗിക്കുന്ന മുദ്രകളെല്ലാം പൊതുവായിട്ട് ധ്യാനമുദ്ര എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള പേര് ഭൈരവ മുദ്ര എന്ന് തന്നെയാണ്. ഇപ്രകാരം ഭൈരവ മുദ്ര ചെയ്യുക. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ മുദ്ര ഡീടോക്സിഫിക്കേഷൻ മുദ്ര എന്നറിയപ്പെടുന്ന നിർമ്മൽ മുദ്രയാണ്. നിർമ്മൽ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മുദ്രയാണ്. ചൂണ്ടുവിരലും നടുവിരലും ഇപ്രകാരം ചേർത്ത് വയ്ക്കുക. അതിനിടയിൽ ഒരു അകലം വരുന്ന രീതിയിൽ മോതിര വിരലും ചെറുവിരലും ഇപ്രകാരം അകത്തിപ്പിടിക്കുക. ഇങ്ങനെ രണ്ട് കൈയിലും ചെയ്തതിനു ശേഷം തള്ളവിരൽ കൊണ്ട് നടുവിരലിന്റെയും മോതിര വിരലിന്റെയും ഇടയിൽ ഇപ്രകാരം വയ്ക്കുക. തള്ളവിരൽ കൊണ്ട് നടുവിരലിന്റെയും മോതിര വിരലിന്റെയും ഇടയിൽ ഇപ്രകാരം വയ്ക്കുക. മറ്റ് 4 വിരലുകളും ഇപ്രകാരം അടുപ്പിച്ചു വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ മോതിര വിരലിനും നടുവിരലിനും ഇടയിലായി ഇതേപോലെ ഒരു അകലം ഉണ്ടാകും. മറ്റു വിരലുകളെല്ലാം ഇപ്രകാരം ചേർത്ത് വയ്ക്കുക. ചേർത്ത് പരമാവധി ഇങ്ങനെ അകത്തി വയ്ക്കുക. തള്ളവിരൽ കൊണ്ട് ഇപ്രകാരം ഇതിനിടയിലായിട്ട് ഒന്ന് അമർത്തി വയ്ക്കുക. ചൂണ്ടുവിരലും നടുവിരലും ഇപ്രകാരം അടുപ്പിച്ച് ചേർത്ത് പിടിക്കുക. അതിനുശേഷം മോതിര വിരലും ചെറുവിരലും ഇപ്രകാരം അടുപ്പിച്ച് ചേർത്ത് വയ്ക്കുക. അതിന് ഇടയിലായിട്ട് തള്ളവിരലിന്റെ അഗ്രം കൊണ്ട് അതിന്റെ രണ്ടിന്റെയും ആരംഭ സ്ഥാനത്ത് മധ്യത്തായിട്ട് ഇപ്രകാരം അമർത്തി വയ്ക്കുക. ഇപ്രകാരമാണ് നിർമ്മൽ മുദ്ര ചെയ്യേണ്ടത്. ഇതിന് ഡീടോക്സിഫിക്കേഷൻ മുദ്ര എന്നും പറയാറുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങളെ എല്ലാം അകറ്റാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഈ നിർമ്മൽ മുദ്ര. നിർമ്മൽ മുദ്രയും നിങ്ങൾ കരൾ രോഗത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ചെയ്യുക. ഇപ്രകാരം 3 മുദ്രകളുണ്ട്. മാതങ്കി മുദ്ര, ഭൈരവ മുദ്ര, നിർമ്മൽ മുദ്ര. ഇപ്രകാരം 3 മുദ്രകളെ നിങ്ങൾ കരൾ സംരക്ഷണത്തിനായി നിത്യം ചെയ്യുക. സമയമുള്ളവർക്ക് ഇത് 15 മിനിറ്റ് വീതം ഓരോ മുദ്രകളും പ്രത്യേകമായിട്ട് ചെയ്യുക. സമയക്കുറവുള്ളവർ കുറഞ്ഞത് 5 മിനിറ്റ് വീതമെങ്കിലും ഓരോ മുദ്രകൾ ചെയ്യുക. മുദ്രകൾ ചെയ്യുന്നതിന് പ്രത്യേക സമയമൊന്നും വേണ്ട. ബസ്സിൽ പോകുമ്പോഴും TV കാണുമ്പോഴും അലസമായിട്ടിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ മുദ്രയെ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും യോഗാസനത്തിൽ ഇരുന്നുകൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ട് ഈ മുദ്ര ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള ഫലത്തെ നൽകും. നിങ്ങളുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അത്തരത്തിൽ ചെയ്യുക. ഒട്ടും സമയമില്ലാത്തവർക്ക് കിടന്നുകൊണ്ട് പോലും ഈ മുദ്രകളെയൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാ മുദ്രകളും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ്. അക്യൂപങ്ക്ചർ ചികിത്സയൊക്കെ ഈ മുദ്രകളിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മളുടെ ശാസ്ത്രം വളരെ വലുതാണ്. രോഗങ്ങളെ നമുക്ക് മരുന്നിന്റെ സഹായമില്ലാതെ തന്നെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും കരൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ മുദ്രകളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.